എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് 2018 വരുന്ന ഇന്നോവ ക്രിസ്റ്റയാണ്. റീപ്ലേസ്മെൻറ്റോ റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത പ്രോപ്പറായിട്ട് സർവീസ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ല ജെന്യുവൻ ആയിട്ടുള്ള കസ്റ്റമർ, അതായത് സിംഗിൾ ആയിട്ട് യൂസ് ചെയ്തേക്കുന്ന സിംഗിൾ ഡ്രൈവിൽ യൂസ് ചെയ്തേക്കുന്ന ഒരു അടിപൊളി വാഹനമാണ്. അപ്പോൾ അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുവാണെങ്കിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പെയിൻറ്റിങ് അടക്കം, അതായത് റീപെയിൻറ്റോ കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല, മെഷീൻ വെച്ച് നമ്മൾ റീപെയിൻറ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ലോ കിലോമീറ്റർ ആണ്, വെറും 82,000 കിലോമീറ്റർ വിത്ത് സർവീസ് റെക്കോർഡാണ് വണ്ടി ഓടിയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കണ്ടോ. ഒരു അടിപൊളി വാഹനം. വണ്ടിയുടെ ഈ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് വണ്ടിയുടെ ക്വാളിറ്റി വയ്ക്കും. ഫ്രണ്ട് ബമ്പർ അടക്കം പെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ബോണറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. ഇനി സൈഡിലേക്ക് വരുവാണെങ്കിൽ സൈഡിലെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ്. ഡോറ്, അതായത് ഡോറൊക്കെ എടുത്ത് പറയാം എന്ന് വെച്ചാൽ നല്ല വളരെ നീറ്റ് ആൻഡ് ഭംഗിയായിട്ട് യൂസ് ചെയ്തത്. അതായത് ഇതുവരെ വണ്ടിക്ക് ഒരു പെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും ടച്ച് ചെയ്തിട്ടില്ല. അത് നമുക്ക് മെഷീൻ വെച്ച് തന്നെ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റും. ഇതിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇത് അതായത് കമ്പനി സീല് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ കോഡ് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ടൊയോട്ടയുടെ ഇതുണ്ട്. ഗ്ലാസിന് ചേഞ്ചസ് കാര്യങ്ങളൊന്നുമില്ല. റബ്ബറ കാര്യങ്ങളൊക്കെ അഴിക്കുമ്പോൾ നമുക്ക് ആ ക്വാളിറ്റി ഫീൽ ചെയ്യും. എന്ന് വെച്ചാൽ ഇതൊരു ഐക്യോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഫുൾ അഴിച്ച് കാണിക്കാൻ പറ്റും. അത്ര ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന നല്ലൊരു വാഹനമാണ്. ഇനി ബാക്ക് സൈഡിലേക്ക് ഡോറിലേക്ക് വരുമ്പം ഇതിൻ്റെ പഞ്ചിങ് പേസ്റ്റിങ് ഒക്കെ ഒറിജിനലാണ് വരുന്നത്. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ എല്ലാ കോഡും, അതായത് എല്ലാ സൈഡിലും എല്ലാ കോഡും കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. ഇനി ബാക്ക് സൈഡിലേക്ക് വരുമ്പം ഇതിൻ്റെ ഡിക്കി, അതായത് ഡിക്കി ഗ്ലാസ് ഒക്കെ ഒറിജിനലാണ് വരുന്നത്. 2.4Gയിലാണ് വേരിയൻറ്റ്, അതായത് 2.4G ആണ് വരുന്നത്. സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ്. ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. ലൈറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാം ഇലക്ട്രോണിക്സ് പാർട്സ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് കണ്ടീഷനാണ്. നിങ്ങൾക്ക് ബമ്പർ കാണുമ്പോൾ തന്നെ ഇവർ റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ ബമ്പർ അടക്കം ഒറിജിനലാണ് വരുന്നത്. പിന്നെ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചസ് ഉണ്ട്. അതെന്ന് വെച്ചാൽ എത്രമാത്രം ക്ലിയർ ആയിട്ടെന്ന് വെച്ചാൽ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചസ് മാത്രം വണ്ടിക്കുള്ളൂ. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഒരു റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളും, പിന്നെ ഈ മൈന്യൂട്ടുള്ള സ്ക്രാച്ചസ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് പെയിൻറ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടല്ല, നമുക്ക് റബ്ബിങ്ങും പോളിഷിങ്ങും ചെയ്യുമ്പോൾ അതിൻ്റെ ജെന്യൂനിറ്റി നഷ്ടപ്പെടും. അതുകൊണ്ട് ഇവർ അങ്ങനത്തെ ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഏത് വണ്ടി എടുത്താലും റബ്ബിങ്ങും പോളിഷിങ്ങും ചെയ്യുന്നുണ്ട്, അതിൽ തന്നെ ഇത് റിമൂവ് ആവുകയും ചെയ്യും. ഇല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മോട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് കൊണ്ട് ചെയ്ത് തരാനുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനും പറ്റും. അപ്പം ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഗ്ലാസ്സുകൾ, അതായത് എല്ലാ ഗ്ലാസും ഓരോ ഗ്ലാസ്സും എടുത്ത് പറയാം. അതിനകത്തൊരു ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡോറിന് അതിൻ്റെ ബോഡി ലൈൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് കാണാൻ സാധിക്കും. ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. കമ്പനി സ്റ്റോക്കിൽ വരുന്ന ഡോറ് അതേപോലെ ഗ്ലാസ്സുകളാണ് വരുന്നത്. പിന്നെ സൈഡ് മിറർ കാര്യങ്ങളൊക്കെ വർക്കിംഗ് കണ്ടീഷനാണ് വരുന്നത്. പിന്നെ ഇപ്പം നിലവിൽ ടയേഴ്സ് കിടക്കുന്നത് അപ്പോളോയുടെ ടയേഴ്സാണ്. 95 എബോ ടയേഴ്സ് കാര്യങ്ങളുണ്ട്. ഇപ്പം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ജസ്റ്റ് വണ്ടി ഓടി വന്നതിൻ്റെ ഒരു പൊടി മാത്രം അർത്ഥത്തിലുള്ളൂ. 95% എബോ ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ക്വാളിറ്റിയിൽ. ഇനി ടോപ്പ് ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഒരു ഡെൻറ്റോ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിക്കില്ല. അതിൻ്റെ ടോപ്പ് വശം വളരെ നീറ്റായിട്ട് തന്നെ ഇത് വെച്ചേക്കുന്നത്. ഇനി ഫ്രണ്ടിൽ നമ്മൾ ഡോറ് തുറന്ന് കാണിക്കുവാണെങ്കിൽ പേസിങ് കാര്യങ്ങളൊക്കെ വളരെ ഇത് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ പഞ്ചിങ് കാര്യങ്ങളൊക്കെ, അതായത് നല്ല ടൈറ്റിൽ തന്നെയാണ്. ഒരു അയക്കിലോ പിടിക്കലോ ഒന്നുമില്ല. എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന വെഹിക്കിളാണ്. നല്ല ടൈറ്റാണ്, എല്ലാം തന്നെ നല്ല ടൈറ്റിലാണ്. വൈക്കിലോ ഇതൊന്നും ചെയ്തിട്ടില്ല. ഇനി ഇന്ത്യ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇന്ത്യൻ ഭാഗത്തും എക്സ്ട്രാ നീറ്റാണ്, എക്സ്ട്രാ ക്വാളിറ്റിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. പിന്നെ AC കാര്യങ്ങളോ വർക്കിംഗ് കണ്ടീഷനാണ്. പിന്നെ 7 സീറ്ററിലാണ് വണ്ടി വന്നേക്കുന്നത്. അതായത് 7 പേർക്ക് സുഖസുന്ദരമായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ക്യാപ്റ്റൻ സീറ്റ് അടക്കമുള്ള വരുന്ന നല്ലൊരു വണ്ടിയാണ് വരുന്നത്. വെറും 82,000 കിലോമീറ്റർ മാത്രമേ വണ്ടി നിലവിൽ ഓടിയിട്ടുള്ളൂ. വിത്ത് സർവീസ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ വണ്ടിക്കുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലും, അതായത് ടോപ്പ് ആയിക്കോട്ടെ അടിവശം ആയിക്കോട്ടെ, വളരെ നീറ്റായിട്ട് സൂക്ഷിച്ചേക്കുന്ന വണ്ടിയാണ്. എക്സ്ട്രാ മെയിൻറ്റെയിൻ ചെയ്ത്, അതായത് വളരെ നീറ്റ് ആൻഡ് കണ്ടീഷനായിട്ട് യൂസ് ചെയ്തേക്കുന്ന വണ്ടിയിൽ നിന്ന് തന്നെ എടുത്ത് പറയാവുന്ന വണ്ടിയാണ്. ഇനി നമുക്ക് ബാക്ക് സൈഡിൽ ഡിക്കി കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കി, അതായത് നിങ്ങൾക്ക് ഏത് വശം വേണമെങ്കിലും നമുക്ക് ഓപ്പൺ ആക്കി കാണിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. പേസിങ് കാര്യങ്ങളൊക്കെ ഇതുണ്ടോ, ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. നല്ല നീറ്റ് ആൻഡ് കണ്ടീഷനായിട്ടാണ് വണ്ടി ഇരിക്കുന്നത്.
ഇന്ത്യയിൽ തന്നെയാണെങ്കിലും സാധനങ്ങളോ കയറ്റോ കാര്യങ്ങളൊന്നുമില്ല. പേഴ്സണലായിട്ട് നല്ല യൂസ് ചെയ്തേക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ്. ഇനി നമ്മൾ ജാക്കിയൊക്കെ നോക്കുമ്പോൾ യൂസിങ് അതായത് വളരെ എന്ന് വെച്ചാൽ 82,000 കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞാൽ പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന പൊടി കണ്ടാൽ തന്നെ എന്ന് വെച്ചാൽ ഇത് എടുക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്ന് വെച്ചാൽ അങ്ങനെ പഞ്ചറാകലോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്റ്റോക്ക് കണ്ടീഷനിൽ ടൊയോറ്റയിൽ നിന്ന് വന്നേക്കുന്ന സീറ്റ് കവർ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. എക്സ്ട്രാ ആഡ് ചെയ്യുകയോ കാര്യങ്ങളൊന്നും ചെയ്തില്ല. സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ നീറ്റ് ആൻഡ് കണ്ടീഷനായിട്ടാണ് പാർട്ടി ഈ വണ്ടി ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് സർവീസ് ചെയ്തേക്കുന്നത് 2025-ലാണ്. ഓയിൽ സർവീസ് കാര്യങ്ങൾ, ഫിൽറ്റർ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ചേഞ്ച് ഉണ്ട്. വേറെ ചേഞ്ചസോ കാര്യങ്ങളൊന്നുമില്ല. ബോണറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ റൂമും ഇതിൻ്റെ പെയിൻറ്റ് കാര്യങ്ങളൊന്ന് നിങ്ങളെ ചെക്ക് ചെയ്ത് കാണിച്ചു തരാമെന്ന് വെച്ചാൽ ഒരു റീപെയിൻറ്റ് കാര്യങ്ങളൊന്നും വണ്ടിക്ക് കയറിയിട്ടില്ല. കൺഫേം ആയിട്ട് പറയാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വണ്ടിയാണ്. അപ്പോൾ ഞാൻ എഞ്ചിൻ റൂം ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇതിൻ്റെ ബോണറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. അതിൻ്റെ പേസ്റ്റിങ് വരുന്നുണ്ട്, ടൊയോറ്റയുടെ ഇത് വരുന്നുണ്ട്. പിന്നെ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതെന്ന് വെച്ചാൽ ബോണറ്റിലെ കാര്യങ്ങളൊന്നും ചേഞ്ച് ഇല്ല. പിന്നെ ഈ ഭാഗത്തേക്ക് വേണ്ടി ഈ പട്ടിക്കോ ഫെൻഡറിനോ വർക്കോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിക്കില്ല പ്രോപ്പറായിട്ട്. പിന്നെ അതിൻ്റെ സീല കാര്യങ്ങളൊക്കെ ഉണ്ട്, കമ്പനിയിൽ നിന്ന് വരുന്ന സീല കാര്യങ്ങളൊക്കെ. പിന്നെ എഞ്ചിൻ റൂം ചെറിയ പൊടിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് 2018 വരുന്ന വാഹനമാണ്. മാനുഫാക്ചർ ചെയ്തേക്കുന്നത് 2018ആണ്. 2018 തന്നെയാണ് രജിസ്റ്ററിങ് ചെയ്തേക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള വാഹനം. അതായത് ചില വണ്ടികളിലൊക്കെ ഇതിൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ പൊട്ടുന്നത്, ഇതിൻ്റെ ക്ലിപ്പോ കാര്യങ്ങളൊന്നും അനങ്ങിയിട്ട് പോലുമില്ല. നല്ല വളരെ മനോഹരമായിട്ട്, അതായത് വണ്ടി മൊത്തത്തിൽ നല്ല അടിപൊളിയായിട്ട് സൂക്ഷിച്ചേക്കുന്ന നല്ലൊരു വാഹനമാണ് വരുന്നത്. എഞ്ചിൻ ഓയിൽ കാര്യങ്ങളൊക്കെ റീസെൻ്റ്ലി 2025 തന്നെ ചെയ്തേക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി റീസെൻ്റ്ലി സർവീസോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ട. വണ്ടി എടുക്കുക, ഓടിക്കുക, ആ ഒരു കണ്ടീഷനാണ്. ലാസ്റ്റ് സർവീസ് ചെയ്തേക്കുന്ന 80,000 കിലോമീറ്ററാണ്. പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കമ്പനി ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വാലിഡാണ്. ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആണ് കമ്പനിയിൽ നിന്ന് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻഷുറൻസോ അതിന് പൊല്യൂഷനോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ട. വണ്ടി ഡീസൽ അടിക്കുക, ഓടുക എന്നൊരു കണ്ടീഷനുള്ള നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഇനി നിങ്ങളോട് പറഞ്ഞ കാര്യം നമുക്ക് പെയിൻറ്റിങ് കൂടെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. എന്ന് വെച്ചാൽ നമുക്ക് ടോട്ടൽ പെയിൻറ്റ് നമുക്ക് ഇത് നോക്കാം. എന്ന് വെച്ചാൽ ഒരു റീപെയിൻറ്റോ കാര്യങ്ങളൊന്നും കയറിയിട്ടില്ലാത്ത ഒരു അടിപൊളി വണ്ടി എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ പെയിൻറ്റിങ് കൂടെ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളോട് പറഞ്ഞ പോലെ നമ്മൾ പെയിൻറ്റ് ചെക്ക് ചെയ്യുകയാണ്. പെയിൻറ്റ് ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാം ഗ്രീൻ സിഗ്നലാണ്. എവിടെയും പെയിൻറ്റോ കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല. എല്ലാം ഗ്രീൻ സിഗ്നൽ തന്നെയാണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള, അതായത് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി ഉള്ള വാഹനമാണ്. എല്ലാം ഗ്രീൻ സിഗ്നലാണ് വരുന്നത്. ഒരു പെയിൻറ്റ് പോലും വണ്ടിക്ക് കയറിയിട്ടില്ല. എല്ലായിടത്തും നമുക്ക് ഗ്രീൻ ലൈറ്റാണ് വരുന്നത്. നമ്മൾ വണ്ടി ഓൾറെഡി ചെക്ക് ചെയ്താണ്. അത്ര കൺഫേം ആയിട്ട് പറയുന്നത് അതുകൊണ്ടാണ്. ഫുള്ള് ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്താണ്. എന്ന് വെച്ചാൽ എല്ലായിടത്തും ഗ്രീൻ ലൈറ്റ് തന്നെയാണ് വരുന്നത്. എന്ന് വെച്ചാൽ ഗ്രീൻ ലൈറ്റ് പ്ലസ് നമുക്ക് ആ പെയിൻറ്റിൻ്റെ ഇത് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. എന്ന് വെച്ചാൽ ഇതാണ് വരുന്നത്. നമ്മൾ ഫുള്ള് ചെക്ക് ചെയ്യുന്ന, എന്ന് വെച്ചാൽ നമുക്ക് വണ്ടി കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഫുള്ള് ചെക്ക് ചെയ്യുന്നതാണ്. ആ ടൈമിൽ തന്നെ നമ്മൾ നോക്കുക. പക്ഷേ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താണ് ആഡ് ചെയ്യാത്തതെന്ന്. അപ്പോൾ ഒരു ടൈം ലിമിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്യാത്തത്. പക്ഷേ ഇത് മൊത്തം ചെക്ക് ചെയ്ത വണ്ടിയാണ്. വണ്ടി നല്ല ഹൈ ക്വാളിറ്റി, ഹൈ പ്രൊഫൈലുള്ള, ഹൈ ക്വാളിറ്റി യൂസ് ആയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി വാഹനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ വണ്ടിക്ക് വിളിച്ചു. നല്ലൊരു വണ്ടിയാണ്. ലോ കിലോമീറ്റർ ഓടിക്കുന്നത്, 82,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള കളറാണ്, ബ്രൗൺസ് കളറിൽ വരുന്നത്. എന്ന് വെച്ചാൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. നല്ല ഡിമാൻഡുള്ള കളറാണ്. പിന്നെ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ വണ്ടിക്കുണ്ട്. പിന്നെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് ടൊയോറ്റയിൽ നിന്നാണ്. നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തേക്കുക. പിന്നെ ടയറോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ട. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വാലിഡാണ് വരുന്നത്. പിന്നെ ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് വെച്ചാൽ വെറും 12,75,000 രൂപ മാത്രം ആസ്ക് ചെയ്യുന്നുള്ളൂ. ചെറിയ രീതിയിൽ മാത്രം പ്രൈസ് നെഗോഷ്യബിൾ ആണ്. എന്ന് വെച്ചാൽ വലിയ രീതിക്കുള്ള നെഗോഷ്യബിൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതെന്ന് വെച്ചാൽ ഹൈ ക്വാളിറ്റി വാഹനമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫോട്ടോസ്, അതേപോലെ വീഡിയോസ്, എഞ്ചിൻ റൂമിൻ്റെ ഫുൾ വീഡിയോസ്, അതായത് ഷോർട്ടായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തിട്ട് നല്ലൊരു വാഹനം സ്വന്തമാക്കാൻ പറ്റിയ നല്ലൊരു അവസരമാണ്. വാട്സാപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ആൾക്കാർ കയറി ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും വണ്ടി മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു വാഹനം അവർക്ക് എത്രയും പെട്ടെന്ന് സ്വന്തമാക്കാൻ പറ്റുന്ന നല്ലൊരു സുവർണ്ണ അവസരമാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ
ഇത് ചെയ്യുവാണെങ്കിൽ ഈ പെയിൻറ്റിങ് ഇന്ന് കാണിക്കാനുള്ള കാരണം ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചത്. അതിന് ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് നിങ്ങളെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ചെക്ക് ചെയ്ത് അതിൻ്റെ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ പറ്റും. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനം എടുക്കണമെങ്കിൽ അതിൻ്റെ ഫുൾ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഏത് വണ്ടിക്കും, അതായത് ഏതൊരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ അത് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് RC ബുക്കിൻ്റെ കോപ്പി അയച്ചു തന്നാൽ നമുക്ക് ഏത് വണ്ടിയുടെയും സർവീസ് ഹിസ്റ്ററി നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. അതിൻ്റെ ചെറിയ എമൗണ്ട് കാര്യങ്ങളൊക്കെ ഉള്ളൂ. എന്ന് വെച്ചാൽ ഏതൊരു വണ്ടിയുടെയും നമ്മൾ ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്കെല്ലാം വിളിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.